Hi all, welcome back to our conversations on mental health. ഞാൻ ജാസ്മിൻ. ഞാനൊരു സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കൺസൾട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പി സെഷൻസിന് വരുമ്പോഴുള്ള ആദ്യ സെഷൻസ് ഒക്കെ എങ്ങനെയാകും എന്നുള്ളതാണ്. സോ ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് സെഷൻ ആണെങ്കിലും ഓൺലൈൻ സെഷൻ ആണെങ്കിലും പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത്. നൗ പ്രൈവസി എന്നുള്ളത് ഒരു സേഫ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സേഫ് സ്പേസ് എൻഷ്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും പ്രൊഫഷണൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. അതായത് ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് പ്രൊഫഷണലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമെന്നും അത് പുറമെ ആരോടും പറയുകയില്ല എന്നുമുള്ളതാണ് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമാണ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ അടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും പ്രൊഫഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫയൽ ഒരു പക്ഷേ നിങ്ങളുടെ പേരിൽ ഒരു ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അവിടെയും ഈ കോൺഫിഡൻഷ്യാലിറ്റി കോൺട്രാക്റ്റിംഗ് ബാധകമാണ്. നിങ്ങളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ കൺസെൻറ്റ് ഇല്ലാതെ വേറെ ആർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല അൺടിൽ ആൻഡ് അൺലെസ് ദ കോർട്ട് ഗെറ്റ്സ് ഇൻവോൾവ്. കോർട്ട് ഇൻവോൾവ് ആകുന്ന സാഹചര്യങ്ങളാണെങ്കിലും പലപ്പോഴും നിങ്ങളുടെ അനുവാദമില്ലാതെയോ അറിവില്ലാതെയോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നൗ ഈ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊഫഷണൽസ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ പരാതിപ്പെടാനും ഒക്കെയുള്ള സാഹചര്യം അല്ലെങ്കിൽ സിസ്റ്റംസ് പല രാജ്യങ്ങളിലും അതിന് സ്പെസിഫിക് സിസ്റ്റംസ് ഉണ്ട്. നമ്മളുടെ നാട്ടിൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പോളിസീസ് അധികം ഇല്ല എങ്കിലും അതും പോസിബിൾ ആണ്. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്ര പേഴ്സണൽ ആണ് എന്നുള്ളത് ധൈര്യമായിട്ടൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളോട് പറയുന്നതിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിലൊരു തരത്തിലുള്ള ഷെയിം ഓർ ഗിൽറ്റ് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ നമ്മൾക്ക് ഒരു പ്രൊഫഷണൽ എൻഗേജ്മെൻ്റ് ആണ് ഒരു സപ്പോർട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിഷമമോ ബുദ്ധിമുട്ടോ അതിൽ ഉണ്ടാകണ്ട. ആൻഡ് തെറപ്പിസ്റ്റ് ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചെല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് എൻഷ്യൂർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. താങ്ക് യു.